ഹായ് കൂട്ടുകാരെ, നല്ല രുചിയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് പരിചയപ്പെടുത്താം. ഇതിനു മുമ്പ് ഗോതമ്പ് നുറുക്ക് കൊണ്ടുള്ള ഒരു ഉപ്പുമാവ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഗോതമ്പ് റവത്തരി കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ്. നല്ല നൈസാണിത്. ഇത് നമ്മൾ ഉരുളിയിലുണ്ടാക്കുമ്പോൾ കട്ട കെട്ടിപ്പോവും. അപ്പോൾ നമുക്കിത് കുക്കറിലുണ്ടാക്കിയാൽ നല്ല പൊലുന്ന് കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 ഗ്ലാസ് അളവിൽ ഗോതമ്പ് റവത്തരി എടുത്തിട്ടുണ്ട്. അത് പാനിൽ നല്ലപോലെ ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്ത് കോരണം. അത് മീഡിയം ഫ്ലെയിമിലായിരിക്കുകയും വേണം. തീ ഒരുപാടായാൽ അത് കരിഞ്ഞു പോകും. അതിനുശേഷം ഇത് നമുക്ക് ആറാൻ വയ്ക്കാം, തണുക്കാൻ വയ്ക്കാം. ഇനി ഇത് ഉണ്ടാക്കുന്നതിനാവശ്യമായ ചേരുവകളാണ് പരിചയപ്പെടുത്തുന്നത്. കടുക്, ക്യാരറ്റ്, കറുവേപ്പില, സവാള, പച്ചമുളക്, നാളികേരം, വെള്ളം, നെയ്യ്, ഇഞ്ചിപ്പൊടി, വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ആറി വന്നിട്ടുണ്ട്. ഒരു 6 ഗ്ലാസ് അളവിൽ വെള്ളമേ വേണ്ടൂ, അല്ലെങ്കിൽ ഒരു 6.5 ഗ്ലാസ്. അപ്പം ഞാൻ 7 ഗ്ലാസ് വെള്ളം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു നാളികേരം ഫുള്ളായി ചിരവി എടുത്തിട്ടുണ്ട്. നെയ്യ് ആവശ്യത്തിന് എടുക്കാം നമുക്ക്. ക്യാരറ്റ് ഒരു 3 നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള 1, കുറച്ച് കറുവേപ്പില, 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, കടുക്, വെളിച്ചെണ്ണ. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒരു 3 ടീസ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതാ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല നറു നെയ്യാണ്, നല്ല രുചിയാണ് അതിന്. നെയ്യും കൂടി എണ്ണയിൽ അങ്ങോട്ട് കലർന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. പൊട്ടി വന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പച്ചമുളക് 3 വട്ടത്തിലരിഞ്ഞത്, ചെറിയ പച്ചമുളകാണ്, ചേർത്ത് കൊടുക്കാം. ഇനി സവാള 1 നുറുക്കി വെച്ചത്, കറുവേപ്പില, ക്യാരറ്റ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അതിൽ ക്യാരറ്റ് നല്ലോണം മൊരിയണമെന്നില്ല, പക്ഷേ സവാള നന്നായിട്ട് മൊരിഞ്ഞു വരണം, അല്ലെങ്കിൽ ഒരു പച്ച ചൊയയായിരിക്കും. അതുകൊണ്ട് സവാള നന്നായിട്ട് നമ്മൾ ഇളക്കി മൊരിച്ച ശേഷം മറ്റുള്ളതൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ഇതാ സവാള നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് മറ്റ് നുറുക്കി വെച്ചിട്ടുള്ള ക്യാരറ്റും അതുപോലെ തന്നെ കറുവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അതുകൊണ്ട് തന്നെ ഉപ്പ് പാകത്തിനാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് മുമ്പ് വെള്ളം ഒരു മുഴുവനായിട്ടും ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഞാൻ ചുക്കുപൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ജിഞ്ചർ പൗഡർ കുറച്ച് മതി. ഇനി അതില്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുത്തി ചതച്ചിട്ടാൽ മതി. മഴയത് കാരണം ഞാൻ ഇഞ്ചി പറിക്കാൻ പോയിട്ടില്ല തൊടിയിൽ. അപ്പോൾ പകരം ഈ ഒരു പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇപ്പോൾ ഞാൻ ഈ ഒരു വറുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് റവത്തരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് കട്ട കെട്ടി വന്ന പോലെ ഇല്ലേ, അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പോൾ 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഒരു 1/2 ഗ്ലാസ് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മൊത്തം ഒരു 1/2 ഗ്ലാസ് വെള്ളം ആയിട്ടുണ്ടാവും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിതിൽ മഞ്ഞൾപ്പൊടി ചേർത്താറില്ല. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഇതിനൊരു ചെറിയ കയ്പ്പ് വരും, അതുകൊണ്ടാണത് ചേർക്കാത്തത്. ഇനി ഇത് നമുക്ക് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ മതിയാകും, ഒരേ ഒരു വിസിൽ. അതിനുശേഷം 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വിസിലിൻ്റെ ആവിയൊക്കെ പോയ ശേഷം നമുക്കത് തുറന്ന് നോക്കാം. ഇപ്പം അതാ ഇത് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണിത് വന്ന് കിടക്കുന്നത്. ഇത് ഒരിക്കലും കട്ട കെട്ടില്ല. ഇതാ ഇങ്ങനെ പൊലുന്ന് നമുക്ക് കിട്ടും ഇളക്കി കൊടുത്താൽ. നല്ലൊരു പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇതാ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അങ്ങനെ
ഇനി എല്ലാ ഭാഗവും നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം ആ ഒരു നാളികേരം ചെരുവി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് അടച്ചു വെക്കണം. കാരണം നാളികേരം ഒന്ന് ആവിയിൽ വേവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നല്ല ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്, നല്ല രുചിയായി വന്നിട്ടുണ്ടത്. ആ നെയ്യും വെളിച്ചെണ്ണയും ഒക്കെ ചേർന്ന് നല്ലൊരു മണമായി വന്നിട്ടുണ്ട്. ഇതിൽ ചിലർ നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് വട്ടത്തിലരിഞ്ഞ് ചേർക്കാറുണ്ട്. കൂടാതെ ഉണക്ക മുന്തിരിയും അണ്ടിപ്പരിപ്പും നെയ്യിൽ വറുത്തുകോരിയും ഇടാറുണ്ട്. ഞാൻ എന്തായാലും അതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. എനിക്ക് സ്കൂളിലേക്ക് പോകണം. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റായി കിട്ടണം. അപ്പം ഞാനിങ്ങനത്തെ പണികളാണ് ചെയ്യാറുള്ളത്. നല്ല രുചിയുമാണ്. ഇത് അടച്ചു വെച്ചു. ഇനി ഇത് നമുക്കൊരു ചൂടാറാത്ത പാത്രം കാസറോളിലേക്ക് മാറ്റാം. ചട്നി കൂടി അരച്ചെടുക്കുന്നുണ്ട് ഇതിനൊപ്പം, എന്നാലാണത് നല്ല രുചി. പൊട്ടുകടലയും നാളികേരവും പച്ചമുളകും ചേർത്തിട്ടുള്ള ചട്നി, അതിൽ കടുകും കറുവേപ്പിലയും വറുത്തിട്ടാൽ നല്ലൊരു പൊട്ടുകടല ചട്നിയായി. അതും കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് സ്വാദോടുകൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ.